ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 65ാമത് ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത്. ശ്ലോകമൊന്ന് വായിക്കാം. ഒരു കുറി നാം അറിയാതതൊന്നുമിങ്ങില്ല, ഒരു മറവാലറിവീണിയു അറിവിയുണർന്നിതെല്ലാം. അറിവരില്ല അതിരറ്റതാകയാലീ അരുമയെ ആരറിയുന്നഹോ വിചിത്രം. ഒരു കുറി നാം അറിയാതതൊന്നുമിങ്ങില്ല, ഒരു മറവാൽ അറിവിൽ ഉണർന്നിതെല്ലാം. അറിവരില്ല അതിരറ്റതാകയാലീ അരുമയെ ആരറിയുന്നഹോ വിചിത്രം. സാരം: നാം ഒരിക്കലെങ്കിലും അറിയാത്തതായി ജീവിതത്തിൽ ഒന്നുമില്ല. എന്നാൽ മഹത്തായ മറനിമിത്തം തികഞ്ഞ ബോധത്തോടെ ഇതെല്ലാം അറിയുന്നവരില്ല. സീമാതീതമായ ഈ പ്രിയവസ്തുവെ ആരും അറിയുന്നില്ലല്ലോ. ഇത് എത്ര വിചിത്രമാണ്. നമുക്ക് ഈ ശ്ലോകത്തെ ഒന്ന് വിശദമായി പഠിക്കാം. ഒരു കുറി നാം അറിയാതതൊന്നുമിങ്ങില്ല, ഒരു മറവാൽ. നാം ഒരു തവണയെങ്കിലും ഈ പ്രപഞ്ചത്തിൽ അറിയാത്തതായി ഒന്നുമില്ല. പ്രപഞ്ചത്തിലുള്ള സകലതിനെയും അറിയുക എന്നതല്ല, അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിരിക്കുന്നത് ആ അറിവിനെയാണ് പരാമർശിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ നിത്യമായ ഒന്നിനെ അറിഞ്ഞാൽ സകലതിനെയും അറിയുന്നതിന് സമാനമാണ്. നാം ശാശ്വതമല്ലാതെ പലതിനെയും അറിയുന്നു, ശാശ്വതമായതിനെ അറിയുന്നില്ല. കാണുന്നതിൻ്റെ അവാസ്തവികത അറിഞ്ഞാലല്ലേ എന്താണ് വാസ്തവം എന്ന് പോലും അറിയുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? കാണുന്നതെല്ലാം വാസ്തവമായി തോന്നുന്നു. ഗുരു പറയുന്നു, നമ്മുടെ ഐന്ദ്രികാനുഭവങ്ങളിലൂടെ നാം പ്രപഞ്ചത്തിൻ്റെ ആനന്ദം അല്പാൽപമായി അറിയുന്നു, അനുഭവിക്കുന്നു. ഭാരതീയ തത്വചിന്തയെ വേറൊരു രീതിയിലൂടെയാണ് ഗുരു നമ്മെ മനസ്സിലാക്കിപ്പിക്കുന്നത്. ഒരു കുറി നാം അറിയാതതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നാം ഒരു കുറിയായിട്ടെങ്കിലും, ഒരു ക്ഷണനേരത്തേക്കെങ്കിലും പ്രപഞ്ചത്തെ ആസ്വദിക്കുന്നുണ്ട്. അതിൻ്റെ വാസ്തവത്തെ നാം അല്പാൽപമായി അറിയുന്നു, ശാശ്വതമായി അറിയുന്നില്ല, നിമിഷമായി അറിയുന്നു. ഒരു മറവാൽ, ഒരു മായയാകുന്ന മറയിൽ ഒരു കുറിയായി അറിയുന്നു. നാം അനുഭവിക്കുന്നതെല്ലാം സച്ചിദാനന്ദ സ്വരൂപം എന്നാണെന്ന് ഗുരു പറയുന്നു. ഐന്ദ്രിക സുഖവും പരമാനന്ദം തന്നെ. അത് ശരീരത്തിലൂടെ ആണെങ്കിലും അതും ആത്മാനുഭവമായ സുഖം തന്നെ. ആത്മാനന്ദം എന്ന സുഖത്തെ നാം ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഹൃദയങ്ങൾ കൊണ്ടും അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ശരീരബോധത്തിനപ്പുറം നിന്ന് ഓരോ മനുഷ്യനും ആത്മാവിനെ ഒരു കുറിയായെങ്കിലും അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. എല്ലാവരിലും ആത്മബോധം നിറഞ്ഞു നിൽക്കുന്നു. ആത്മാവിനെ ആരറിയുന്നു? ആത്മാവിനെ നാം അറിയുന്നുണ്ട്, ഒരു മറവാൽ അറിയുന്നു. ശാശ്വതമായി നാം അറിയുന്നില്ല, ഒരു മായാബോധത്തോടെ അറിയുന്നു. മായയുടെ സാന്നിധ്യമുണ്ടവിടെ. വ്യക്തമായി അറിയുന്നില്ല, അവ്യക്തമായി നാം അറിയുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ പ്രപഞ്ച സത്യത്തെ അറിയാനുള്ള ഒരറിവ് നമ്മിൽ കുടികൊള്ളുന്നു. ആ അറിവോടുകൂടിയാണ് നാം ജീവിക്കുന്നത്. ഒരു കാര്യം പറയാം, എൻ്റെ കൈ, എൻ്റെ കാത് എന്നൊക്കെ നാം പറയുമ്പോൾ നാം പരോക്ഷമായിട്ടെങ്കിലും ഞാൻ ശരീരമല്ല എന്നറിയുന്നു. ശരീരമല്ലാതൊരു വസ്തു നമ്മിലുണ്ട് എന്നറിയുന്നു. അതുകൊണ്ടാണല്ലോ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും
എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ എന്ന് പറയുന്നത്. ഞാൻ കണ്ണ്, ഞാൻ മൂക്കൊന്നും പറയാറില്ലല്ലോ നാം. അപ്പം ഞാൻ ശരീരമല്ല എന്ന് നാം പരോക്ഷമായിട്ടെങ്കിലും അറിയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആത്മബോധത്തെ അറിയാനുള്ള ബോധം നമ്മിലുണ്ട്. ഇത് വികസിപ്പിച്ച് നിരന്തരമായി ആത്മബോധത്തെ അറിയുവാൻ നാം പരിശീലനം ചെയ്യണം. പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെയും അറിയുക അസാധ്യമാണ്. അസംഖ്യം വസ്തുക്കളെ എണ്ണി പറയുക അസാധ്യമാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന തത്വം ആത്മതത്വമാണ്. ഇതിൻ്റെ ആധാരം ആത്മാവാണ്. ആത്മാവിനെ നാം അറിയുന്നുണ്ട്. അതായത് ഒരു കുയിൽനാദം കേൾക്കുമ്പോൾ നാം ആനന്ദിക്കുന്നത് ആത്മാനുഭവം തന്നെയാണ്, ആത്മസുഖം തന്നെയാണ്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം നാം 49-ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ട്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ ആത്മസുഖത്തിനാണ്. നാം അനുഭവിക്കുന്ന സുഖം ആത്മസുഖമാണെന്ന് ഗുരു പറയുന്നു. ആത്മസുഖത്തിൽ നിന്ന് വേറിട്ടൊരു സുഖമില്ല. ഈ അറിയുന്നതെല്ലാം ഭാഗികമായാണ് ഒരു നിമിഷമെങ്കിലും നാം അനുഭവിച്ചിട്ടുണ്ട്. ഇതിനെ വികസിപ്പിച്ചിട്ട് ആത്മസുഖത്തെ വികസിപ്പിച്ച് നിത്യമായ ആനന്ദത്തിലേക്ക് ഉയർത്തണം. ഇതെല്ലാം അറിവവരില്ല, പൂർണ്ണമായി അറിയുന്നവരില്ല. ഇതിനെ പൂർണ്ണമായി അറിയുന്നവരില്ല. അറിയുന്നതെല്ലാം മായയോട് കൂടിയാണ്. അറിവിനെ മറക്കുന്ന ഘടകമാണ് മായ. ന വിദ്യതേ യാ സാ മായ. യാതൊന്നാണോ വിദ്യയല്ലാതിരിക്കുന്നത് അതാണ് മായ. യഥാർത്ഥ അറിവല്ലാത്തതാണ് മായ. യഥാർത്ഥ അറിവല്ലാത്തതും ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അറിയേണ്ടത് നിത്യമായിട്ടുള്ളത്, അതാണ് യഥാർത്ഥ വിദ്യ, ശാശ്വതമായ വിദ്യ. പ്രകൃതിയിൽ കാണുന്നതെല്ലാം നശ്വരമാണ്, നിത്യമല്ലാത്തതാണ്. ഇതാണ് തത്വചിന്തയുടെ ആരംഭഘട്ടം. സാധാരണ മനുഷ്യരിലും തത്വചിന്ത നിറക്കുകയാണ് ഗുരു. നശ്വരതയിൽ ജീവിച്ച് നശ്വരതയെ കൈകാര്യം ചെയ്യുമ്പോൾ അനശ്വരതയെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കണം, അന്വേഷിക്കണം. ശാശ്വതമായതിനെ അറിയണം. നശ്വരതയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സുഖവും നശ്വരതയുള്ളതാണ്, ശാശ്വതമായ സുഖമല്ല. അതിരറ്റതാകയാൽ ഈ അരുമയെ ആരറിയുന്നു? അഹോ വിചിത്രം. ഇത് അളവറ്റതായ അതിരില്ലാത്തതായ വാത്സല്യത്തെ ആരറിയുന്നു? ആരും അറിയുന്നില്ല. എന്തൊരാശ്ചര്യം! ആരും അറിയാത്തതാണ് വിചിത്രം. കാരണം അതിരറ്റതാണിത്. ഇതിന് ഒരളവില്ല, അതിര് അറ്റതാണ്, അനശ്വരമാണ്. ഈ അനശ്വരമായ അരുമ, എന്താണ് അരുമ? അമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹവായ്പാണ് അരുമ. അത് ഒരിക്കലും തീരില്ല. അതുകൊണ്ടാണ് ആ ഒരു സ്നേഹമാണ് അനശ്വരമായ അരുമ. ആരറിയുന്നു? ഇത് ചെറിയ കാര്യമല്ല. ചെറിയ കാര്യമാണെങ്കിൽ അറിയാതിരിക്കുന്നത് സ്വാഭാവികം തന്നെയാണ്. എന്നാൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അനശ്വരമായ അരുമയെ ആരും അറിയുന്നില്ല. അതാണ് ഇവിടെ ഗുരുദേവൻ വിചിത്രമായി, ആശ്ചര്യമായി പറയുന്നത്. അഹോ വിചിത്രം! എന്തൊരാശ്ചര്യം! അനശ്വരതയെ പ്രാപിച്ച ഗുരുവിന് വേഗം ഇത് തിരിച്ചറിയാൻ പറ്റും. നാം അനശ്വരതയെ പ്രാപിക്കാത്തതുകൊണ്ട് അതിലെ ആശ്ചര്യം തിരിച്ചറിയുന്നില്ല. മറമാറിയവർ, ഗുരുവിനെ പോലെയുള്ളവർ, അനശ്വരതയെ പൂർണ്ണമായി അനുഭവിക്കുന്നവർക്ക് ഇത് വിചിത്രമായി തോന്നുന്നു. ഗുരുവിൻ്റെ ഉയർന്ന തലവും നമ്മുടെ തലവുമാണ് തിരിച്ചറിയാൻ ഈ ശ്ലോകം നമ്മുടെ തലവും തിരിച്ചറിയാൻ ഈ ശ്ലോകം നമ്മെ സഹായിക്കട്ടെ. ഗുരുവിൻ്റെ ആ ഉയർന്ന തലത്തിലേക്ക് നമ്മെ ഉയർത്താൻ ഗുരുകൃപ ഉണ്ടാകട്ടെ. ഹരി ഓം നമഃ ശിവായ.